മൂവ്മെൻറ്റിന് വേണ്ടിയല്ല, സ്പീഡിന് വേണ്ടിയാണ്. ഓക്കെയാണ്. ഒരു 0 to 10 വരെയുള്ള സ്പീഡ് വണ്ടി തന്നെത്താൻ എടുക്കും, ഡ്രൈവ് ഇട്ടിട്ട് ബ്രേക്ക് റിലീസ് ചെയ്താൽ. ഓക്കെയാണ്. അതിൽ കൂടുതൽ വേണ്ടി വന്നാൽ ആക്സിലേറ്റർ ഉപയോഗിക്കാം. ആക്സിലേറ്ററിൽ ഒന്ന് കാല് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നോക്കാതെ അത് മതി മൂവ് ചെയ്യാൻ. ഒന്ന് ബ്രേക്കിൽ വന്ന് അവൻ അറിയാം, ഓടിച്ചിട്ടുണ്ട് ആക്സിലേറ്ററിൽ. എന്നോട് കള്ളത്തരം പറഞ്ഞതാ. ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു നോക്കി. നേരത്തെ എന്നോട് പറഞ്ഞത് തൊട്ടിട്ടില്ലെന്നാ പറഞ്ഞത്. 20 വർഷം മുമ്പ് ഞാൻ ഒന്ന് ഓടിച്ചതാന്നാ പറഞ്ഞത്. ആക്സിലേറ്റർ കൊടു വയ്യ. മാഡത്തിന് ഫീൽ ചെയ്യട്ടെ ആക്സിലേറ്റർ വന്നാ ഉറപ്പാണ്. ഒരു ഇത്തിരി കൊടുത്തേ. ഓക്കെയാണ്. കുറച്ച് ബ്രേക്ക് വന്നേ, പ്രസ് ചെയ്യ്. ആക്സിലേറ്ററിൽ വന്നേ, കൊടുത്തേ ആക്സിലേറ്റർ. ഇത്തിരി കൊടുത്തേ. ഓക്കെയാണ്. ഇതിൽ കൂടുതൽ സൗണ്ട് വേണ്ട വണ്ടിക്ക്, അത് വയലൻ്റാ. നമുക്ക് അത്ര ആവശ്യമില്ല ഇപ്പം നിലവിൽ. ഓക്കെയാണ്. മാഡത്തിന് ഫീൽ ചെയ്താൽ മതി. റണ്ണിങ്ങിൽ മാഡത്തിന് തോന്നിയാൽ മതി വണ്ടിക്ക് വേഗത കൂടുന്ന, അല്ലാതെ അതിനെ അമർത്തി താഴ്ത്താൻ നോക്കണ്ട. ഓക്കെയാണ്. ഇനി ഒരു ഭയം തോന്നുന്നു, കാല് ബ്രേക്കിലേക്ക് പൊസിഷൻ ചെയ്താൽ മതി. എന്നിട്ട് മാഡം ബ്രേക്ക് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോയിക്കൂ. കാലെടുക്ക്, ബ്രേക്കിൽ പോകാം. ഓക്കെയാണ്. പിന്നെ ഒരു വളവോ തിരിവോ നല്ല മാഡത്തിന് പേടി തോന്നുന്ന എന്തെങ്കിലും വന്നു, മാഡത്തിന് കാണാൻ പറ്റുന്നില്ല, ആക്സിലേറ്ററിൽ വണ്ടി പോകണ്ട, ബ്രേക്കിലേക്ക് കൊണ്ടുവന്ന വണ്ടിയെ. ഓക്കെ. മാഡത്തിനൊരു കാഴ്ച കിട്ടുന്നു, പോകാമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി. ഫ്രീ ആയിട്ടിരിക്കുമോ? ഇതിൻ്റെ ഇൻഡിക്കേറ്റർ എവിടെയാണ്? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഇട്ട് നോക്ക്, ചെയ്ത് നോക്ക്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് നോക്ക്. റൈറ്റ്, അപ്പോൾ ലെഫ്റ്റ് എവിടെയായിരിക്കും? ഓക്കെ. ഇപ്പം മാഡം പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ടില്ല, ആ ഡയറക്ഷനിലാക്കിയതേ ഉള്ളൂ. അതിനെ പ്രോപ്പറായിട്ടൊന്ന് ഓൺ ആക്കിക്കുക അങ്ങോട്ട് ഇച്ചിരി കൂടെ. ഇപ്പോഴാണ് ഇൻഡിക്കേറ്റർ ആയത്. ഓഫ് ചെയ്തേ. റൈറ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് അതെ ഓഫ് ചെയ്തേ. ഇത് നമ്മൾ ഓഫ് ചെയ്യേണ്ടി വരില്ല മാഡം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഓൺ ചെയ്യും. ഓക്കെ. എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ഇതിനെ നേരെ ആക്കുമ്പോൾ അത് ഓഫ് ആയിക്കോളും. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാലും ടേൺ എടുത്തിട്ട് നേരെ ആക്കുമ്പോൾ അത് ഓഫ് ആയിക്കോളും. ഓക്കെയാണ്. ഓഫ് ആയില്ലെങ്കിൽ ഓഫ് ആക്കാനാണ്. ഓക്കെയാണ്. ഇനി ആ ലിവർ ഓഫ് ആക്കണം മാനുവലായിട്ട്. അതെ. ഓക്കെയാണ്. അത് എല്ലാ വളവിലും ചിലപ്പോൾ തിരിക്കേണ്ടി വരില്ല നമുക്ക്. ഒരു അളവിൽ തിരിഞ്ഞാൽ മാത്രമേ അത് തന്നെത്താൻ ഓഫ് ആവുകയുള്ളൂ. നമുക്ക് എല്ലാ വളവിലും അത്രയും തിരിക്കേണ്ടി വരില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ചരിച്ചാൽ മതിയാവും ചിലപ്പോൾ ചില ടേണിങ് തിരിയാനായിട്ട്. അപ്പോൾ ഓഫ് ആയില്ലെങ്കിൽ മാഡം മാനുവലായിട്ട് ഓഫ് ചെയ്യണം. ഇനി നേരത്തെ മാഡം ചെയ്ത പോലെ ഇതുണ്ട്, ഇത്രയും ഒന്ന് കൊണ്ടുവന്നാൽ ഇൻഡിക്കേറ്റർ തെളിയും. ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് അത് തെളിയത്തുള്ളൂ. അത് വിട്ട് കഴിഞ്ഞാൽ അത് കെട്ടുപോവുകയും ചെയ്യും. ഇൻഡിക്കേറ്റർ എവിടെയാണെന്ന് മനസ്സിലായ? ഹോണ് ഒന്ന് ഹോൺ അടിച്ച് ഇതിരി അമർത്തിയാലേ അത് കേൾക്കുള്ളൂ. ഓക്കെ. ഇത് ഇവിടെ തന്നെയൊന്നുമില്ല, ഈ ഒരു ഏരിയയിൽ എവിടെ പ്രസ് ചെയ്താലും ഹോണാണ്. ഓക്കെയാണ്. ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടെ. ലെഫ്റ്റ് നോക്കല്ലേ, ഓഫ് ചെയ്തേ. നോക്കണ്ട കാര്യമുണ്ടോ? ഉറപ്പല്ലേ? ആക്സിലേറ്ററിലൊന്ന് കാല് കൊണ്ടുവന്നേ, നോക്കണ്ട. ബ്രേക്കിലൊന്ന് കാല് കൊണ്ടുവന്നേ, ആക്സിലേറ്ററിലൊന്ന് വന്നേ, ബ്രേക്കിലൊന്ന് വന്നേ. ഫ്രീ ആയാ? ഉറപ്പാണ്. ഇനി അവിടെ നോക്കണം. ബ്രേക്കിനോ ആക്സിലേറ്ററിനോ വേണ്ടി നോക്കേണ്ട കാര്യമുണ്ടോ? മാഡത്തിൻ്റെ മെമ്മറിയിലില്ലേ റൈറ്റിലേക്ക് തിരിഞ്ഞ ആക്സിലേറ്റർ ഉണ്ട്, ലെഫ്റ്റ് കൊണ്ടുവന്ന ബ്രേക്കും ഉണ്ട്. ഒന്ന് ആക്സിലേറ്ററും ബ്രേക്കും ഒന്ന് മാഡം മാറി മാറി ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഫ്രീ ആവട്ടെ ഒന്ന്. ഒരിക്കലും ആക്സിലേറ്ററിന് നേർക്ക് കാല് കൊണ്ടുപോയി ചവിട്ടരുത്, കാല് ബ്രേക്കിന് നേർക്കാണ് വയ്ക്കേണ്ടത്. ആക്സിലേറ്റർ വേണ്ട സമയത്ത് റൈറ്റിലേക്ക് ഒന്ന് ചരിച്ചാൽ മതി, പത്തി മാത്രം അവിടെ ചെന്നാൽ മതി. ബ്രേക്ക് പ്രസ് ചെയ്യും. അങ്ങനെ ചവിട്ടിയാൽ വേണ്ട, തെന്നിപ്പോകും കാല്. ഇനി ആക്സിലേറ്ററിലേക്ക് പോകാം. ഇനി ബ്രേക്കിലേക്ക് വന്നാൽ അത്രേ ഉള്ളൂ. ആക്സിലേറ്ററിലേക്ക് പോകാം, ബ്രേക്കിലേക്ക് ഒന്ന് വന്നു, ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്നു. ഫ്രീ ആണ്. ബ്രേക്കിലേക്ക് പോകാം. ഓക്കെ ആണ്. ഒന്ന് ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു, വിടണ്ട. ഓക്കെ ആണ്. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ, നോക്കരുത്. ഓൺ ചെയ്യും. ഓഫ് ചെയ്യും. ചൂണ്ട് വിരലിനെ കാണാനല്ല, അടുത്തൊരു വിരലെടുത്തേ. അതാ നീളമുള്ളത്, അത്ര സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ, ഓഫ് ചെയ്തേ.
ഓക്കെ, ആ കൈ ഇത്തിരി കൂടെ ഉയരത്തി പിടിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ. കൈയുടെ പൊസിഷൻ ഇവിടെയാണ് മേഡം. ഇത് കണ്ട, ഈ തമ്പിന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഇതാ. ഇപ്പം മേഡത്തിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ഇൻഡിക്കേറ്റർ കണ്ട, ശരിയല്ലേ? അപ്പോൾ മേഡം അല്ലേ താഴെ പിടിച്ചതുകൊണ്ടല്ലേ കൈ എത്തി വലിക്കേണ്ടി വന്നത്. ഓഫ് ഓക്കെ ആണ്. ഇനി അടുത്തതിലോട്ട് പോവാം. ഈ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി മേഡം നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നെന്ന് അറിയിക്കണ്ടേ പുറകെ വരുന്നവരെ? അതിനെന്ത് ചെയ്യണം? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. കാരണം റൈറ്റിലാണ് റോഡ്, നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഓൺ ചെയ്ത് മിററിൽ കൂടെ കാണാവോ പുറകെ വരുന്ന വണ്ടി? ഈ മിററിലും കാണാവോ? കാണാൻ വയ്യ, വണ്ടിയല്ല വിഷൻ കാണാവോ? നമ്മൾ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുക, അപ്പം വണ്ടി കാണാൻ പറ്റില്ലല്ലോ. പോയി നോക്കാം. പുറകിൽ വണ്ടി ഇല്ലാത്ത സമയത്ത് ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്താൽ മുന്നിലേക്ക് പോകും. മുന്നിലേക്ക് പോകുമ്പോൾ ഈ പോസ്റ്റിന് വേണ്ടി ഒഴിവാക്കി പോകണം. പോടെ, ഇത്തിരി ലൂസാക്കി നോക്ക്. പുറകിൽ സ്കൂട്ടർ തന്നെ ഉണ്ട്, അതിലും കൂടെ പോട്ടെ. ഇനി പോവാം. ഇനി മുന്നോട്ട് നോക്ക്. ഇത് ഈ കാഴ്ച നോക്കി ഒഴിവാക്കി കൊണ്ടുപോകും. ഇത്തിരി ബ്രേക്ക് ലൂസ് ചെയ്തോളൂ. റൈറ്റിലേക്ക് ഇത്തിരി മാറണേ. ചെറുതായിട്ട് ലൂസായ നീങ്ങുന്നില്ലല്ലോ. തള്ളേണ്ടി വരുമോ? നീങ്ങാത്ത എന്താണെന്നറിയാമോ? നമ്മൾ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞില്ലേ, അപ്പോൾ ഒരു കുഴിക്കാത്ത കിടക്കുക ടയർ. അപ്പം നീങ്ങണമെങ്കിൽ ചെറിയൊരു ആക്സിലേറ്റർ വേണ്ടി വരും. പതിയൊരു ആക്സിലേറ്റർ കൊടുത്ത് നോക്കിയാൽ വേണം. ഒരു ഇത്തിരി സ്വല്പം മതി. മതി, ബലം പിടിക്കരുത്. നേരെയാക്കുക. ഇനി ബ്രേക്കിന് മേളിൽ തന്നെ കാല് കീപ്പ് ചെയ്തോ. ഓക്കെ ആണോ? മേടെ ലെഫ്റ്റ് സൈഡ് നോക്കി ഓടിച്ചു പോകും. വണ്ടി അങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിയാൽ റോഡിലായ കയ്യിൽ ആ ഭാരം കുറച്ചുകൂടെ കുറയ്ക്കാമെങ്കിൽ ഈസി ആയിട്ട് ആ സ്റ്റിയറിങ്ങിനെ യൂസ് ചെയ്യാം. ഓക്കെയാണ് മേഡം? കൈ എടുക്കുമ്പോൾ പശയിൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ഒച്ച എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത്ര പ്രഷർ ചെയ്യുന്നുണ്ട് കയ്യിൽ. പോട്ടെ, ശരിയല്ലേ? മേഡത്തിന് ഫീൽ ചെയ്യുന്നുണ്ടോ കൈ ഇങ്ങനെ ഒട്ടിയിട്ടാ വരുന്നതെന്ന്? പോട്ടെ, അത്ര അമർത്തണ്ട, അതിൽ ഫ്രീ ആയിട്ട് പിടിച്ചാൽ മതി. നമുക്ക് ഇവിടെ നിർത്തി നോക്കാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടും. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് പതിയെ ബ്രേക്ക് ചെയ്ത് ഈ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തും. ലെഫ്റ്റ് സൈഡിൽ സ്ഥലം നോക്കി സൈഡിലേക്ക് വണ്ടി വരുന്നുണ്ട്. പതിയെ വരട്ടെ. ആ സ്ഥലത്തിനനുസരിച്ച് നേരെ ആക്സിലേറ്റർ വേണ്ട, ബ്രേക്ക് മാത്രം നിവർത്ത്. ഈ സ്ഥലം മാത്രം നോക്കി ഇവിടെ നേരെ ആക്കി കൊടുക്കും മേഡം. ബ്രേക്ക് ചെയ്ത് നേരെ ആക്കി കൊടുക്കും. അവിടെ നിൽക്കട്ടെ, ന്യൂട്രലിൽ നിന്നാക്കിക്കോ. ആക്കിയ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്തേ. ചുമ്മാ അത് പ്രസ് ചെയ്യരുത്, വെറുതെ ഉയർത്തുകയേ ചെയ്യാവുള്ളൂ. ഒന്ന് ബ്രേക്ക് ഒന്ന് കാലെടുത്തേ. മാഡത്തിന് ഇതിനെ നിയന്ത്രിക്കാനും അറിയാം, മാഡത്തിന് ഇത് ചെയ്യാനും അറിയാം. വെറുതെ മനസ്സിൽ ആവശ്യമില്ലാത്ത പ്രഷർ എടുത്തിട്ടാണ് മാഡം ഇത് കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഒതുക്കി നിർത്താൻ പോകുന്ന വണ്ടിക്ക് ആക്സിലേറ്ററിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ബ്രേക്ക് മാത്രം മതി. മാഡത്തിൻ്റെ കൺട്രോളിൽ അതിനെ പ്രസ് ചെയ്ത് സ്ലോ ചെയ്യുകയോ നീങ്ങാൻ സമ്മതിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ബ്രേക്ക് മാത്രം മതി അതിന്. ശരിയല്ലേ? ഇനി നിർത്താൻ പ്ലാൻ ചെയ്യുന്ന വണ്ടി ലെഫ്റ്റ് സൈഡിൽ എന്ത് സ്ഥലമുണ്ടോ ആ സ്ഥലത്തിനനുസരിച്ച് ഒതുങ്ങണം. ആ സ്ഥലത്തിനനുസരിച്ച് നേരെയാകുകയും വേണം. അത് മാത്രമേ മനസ്സിലിട്ടാൽ മതി. ശരിയാണ്? സഡൻ ബ്രേക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ശരിയല്ലേ? ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിലോ, റോഡിലേക്ക് പോകണമെങ്കിലോ നമുക്ക് എവിടെ ശ്രദ്ധിക്കേണ്ടി വരും? പുറകിൽ വരുന്ന വണ്ടിക്ക് വേണ്ടി റൈറ്റ് നോക്കേണ്ടി വരും മിററിൽ. ശരിയല്ലേ? പിന്നെന്ത് ചെയ്യേണ്ടി വരും? മുന്നിലത് ഈ കാഴ്ച നോക്കേണ്ടി വരും. വണ്ടി എങ്ങോട്ട് മാറണം, എത്ര മാറണമെന്ന് ഇവിടെ നോക്കി വണ്ടിയെ മാറ്റേണ്ടി വരും. ശരിയല്ലേ? ഇവിടുന്ന് മാറിക്കഴിഞ്ഞാലോ ഈ സൈഡിനനുസരിച്ച് വണ്ടിയെ നേരെ ആക്കേണ്ടി വരും. ശരിയല്ലേ? പിന്നെ റോഡിന്റെ ഈ സൈഡിനനുസരിച്ച് പാരലൽ ചെയ്ത് പോയാൽ മതി. പോവാൻ നോക്കുന്നവിടെ ഡ്രൈവിലേക്ക് മാറും. ബ്രേക്ക് ചെയ്തിട്ട് ഗിയർ ഡ്രൈവിലേക്ക് മാറും. എന്നിട്ട് ആ മീറ്ററിൽ നോക്കിക്കുക, ഒരു വാർണിംഗ് ലൈറ്റ് ഇല്ലേന്ന്, അത് ഓഫ് ചെയ്യും.
ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട്, എൻ്റെ അത്രയും പോലും ശക്തിയില്ല കേട്ടോ മാഡത്തിന്. ഓക്കെ ആണ്. ഇനി ബ്രേക്ക് മാത്രം മതി. പതിയെ റിലീസ് ചെയ്ത് വണ്ടിയെ റോഡിലേക്ക് ആക്കി നോക്ക്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. എന്നാലും ആ ചൂണ്ടുവരലേ ഉപയോഗിക്കുള്ളൂ. പോട്ടെ. പുറകിൽ വണ്ടി ഉണ്ടോ മേഡം? നീങ്ങാം. എന്നാ നോക്ക്. പതിയെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ സ്ഥലത്തിനനുസരിച്ച് വണ്ടിയെ റോഡിലേക്ക് പതിയെ അഡ്ജസ്റ്റ് ചെയ്യും. നീങ്ങട്ടെ, കുറേശ്ശെ നീങ്ങട്ടെ. റോഡിലേക്ക് വരുന്നില്ലേ? ആ, റോഡിലേക്ക് വരുന്ന അനുസരിച്ച് അതിനെ സ്ട്രൈറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അമിത ഭാരം ഒന്നും വേണ്ട. മേഡം എത്ര ഫ്രീ ആയിട്ടിരിക്കുന്നോ അത്ര ഈസി ആയിട്ട് മേഡത്തിന് ഈ വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റും. ആക്സിലേറ്റർ വേണ്ട. വണ്ടി ആദ്യം മേഡത്തിൻ്റെ കയ്യിൽ നേരെ നിൽക്കട്ടെ, ഈ ബോർഡിലൊക്കെ തട്ടാതെ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. ഒരുപാട് ശക്തി എടുക്കും. ശക്തി വേണ്ട മേഡം, ഫ്രീ ആയിട്ടിരി, കൂളായിട്ടിരി. ഞാൻ ഇങ്ങനെ പൊക്കി ആയി കൈ താഴെ കിടക്കണം, അത്ര ഫ്രീ ആയിട്ട് പിടിക്കത്തില്ല. ഈ വിരലിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ട, വെറുതെ പിടിച്ചോ. പോട്ടെ. ഈ 4 വിരല യഥാർത്ഥത്തിൽ ഈ സ്റ്റിയറിങ്ങിനെ നിയന്ത്രിക്കുന്നത്. ആ പോട്ടെ. ഇപ്പൊ നമ്മളൊരു ഭാരം എടുത്തു വെക്കുന്ന പോലെ മേഡം ഇത് കൈകാര്യം ചെയ്യാൻ നോക്കുന്നത്, മനസ്സിലായ? കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നു. നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഓടുന്ന കാര്യം. അത്ര സ്പീഡ് വേണ്ട. നമ്മൾ നമ്മുടെ ട്രാക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുറകെ വരുന്നവൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നോളൂ. നമ്മൾ അവരുടെ വഴി ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ നമ്മുടെ ഈ സൈഡ് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ മതി വണ്ടിയെ. ആക്സിലേറ്റർ വേണ്ട. അപ്പോൾ വലിയ വണ്ടി നമ്മളെ കടന്നു പോയിക്കോളും. പോട്ടെ. മറുവശം മേഡത്തിന് കാണാൻ വയ്യെന്നോ മേഡത്തിന് പേടി തോന്നുന്ന എന്തെങ്കിലും കാഴ്ചകളോ വരുന്നുണ്ടെങ്കിൽ കാല് ബ്രേക്കിലേക്ക് മറിക്കോ. അങ്ങനെ വച്ചുകൊണ്ടേ വണ്ടിയെ പിന്നെ നിയന്ത്രിക്കാവുള്ളൂ. ആവശ്യം കഴിഞ്ഞു വീണ്ടും കാല് ആക്സിലേറ്ററിലേക്ക് മറിക്കും. ഓക്കെയാണോ? ഇപ്പോഴും ആ കൈ എടുക്കുമ്പോഴുണ്ടല്ലോ അവിടെ മറ്റേ പശ ഒട്ടുന്ന പോലത്തെ ഒരു ഒച്ച വരുന്നുണ്ട്. മേഡം അത്രയും പ്രഷർ കൊടുക്കാതെ പോട്ടെ. ആക്സിലേറ്റർ വേണ്ട. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? ഈ ലെഫ്റ്റ്. ഓൾറെഡി റോഡ് അങ്ങോട്ടേ ഉള്ളല്ലോ. ആക്സിലേറ്റർ ഒരുപാട് വേണ്ട. ആക്സിലേറ്ററിന് കാലെടുത്ത് മാറ്റിയാ സ്ട്രൈറ്റ് ചെയ്തു. ആ ബസ്സുകൾ അവിടെ നിർത്തും. അപ്പോൾ ഒരുപാട് ആക്സിലേറ്റർ വേണ്ട. കാലെവിടെ വരണം? അത്രയും വേണ്ട. അത്രയും പ്രഷർ രീതി ഔട്ടരുത്. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. പയ്യെ മൂവ് ചെയ്യട്ടെ. പയ്യെ മൂവ് ചെയ്യട്ടെ. ഒന്ന് പയ്യെ ബ്രേക്ക് ചെയ്ത് പോവാം. ഇങ്ങനെ വേണം ബ്രേക്ക് ചെയ്യാൻ. ഒറ്റ ചവിട്ടെടുത്ത് ചവിട്ടരുത്. സഡനായിട്ട് നിന്നു പോകും. പുറകെ വരുന്നവൻ അത് അറിയുന്നുണ്ടാവില്ല. അവൻ നമ്മുടെ പുറകിട്ട് കൊണ്ടുവന്നിരിക്കും. പോവാം. ഇവിടെ മേഡത്തിന് എന്തെല്ലാം തടസ്സമുണ്ടോ അതിനനുസരിച്ച് വണ്ടി മാറണം. ആ തടസ്സങ്ങൾ കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ ഈ സൈഡിൽ വരികയും വേണം. ഓക്കെയാണോ? മൂവ് ചെയ്യട്ടെ. ഇവിടുത്തെ സൈഡൊക്കെ നോക്കി വണ്ടി അങ്ങോട്ടാണ് പോകുന്നത്. അതൊക്കെ നോക്കി പതിയെ ആക്സിലേറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് നീങ്ങട്ടെ. ഷോൾഡർ ഉൾപ്പെടെ ഭാരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ടിരിക്കും മേഡം. ഒരു 10 മിനിറ്റ് ഫ്രീ ആയാൽ മേഡം ഇത് ഈസി ആയിട്ട് കൊണ്ടുപോയി വണ്ടി. സൈഡൊക്കെ നോക്കി സമാധാനത്തിൽ ഓടിച്ചുകൊണ്ട് പോകും. ഈ സൈഡ് മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകും. എതിരെ വരുന്നവരെ നോക്കിയിരിക്കാതെ. ഇവിടുത്തെ വണ്ടികളൊക്കെ തട്ടിയാൽ അതിനെല്ലാം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എത്ര ഭാരം എടുക്കുന്നുണ്ടെന്ന് നോക്കിയാൽ വെയിറ്റ് ആയിട്ട് പിടിക്കില്ല. സ്റ്റിയറിംഗ് കൂളായിട്ട് മേടിക്കട്ടെ മേഡം. മേഡം ബ്രീത്ത് ഒരുപാട് എടുക്കുന്നു. ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല മേഡം. എന്റെയും കൂടെ ഓക്സിജനാ മേഡം വലിച്ചെടുക്കുന്നത്. പോട്ടെ. കൂളായിട്ടിരിക്കും കേട്ടാ. ഇത് 1.5 പവന്റെ മാല തന്നാലൊന്നും തീരൂല കേട്ടാ. കൂളായിട്ട് ഇരുന്ന ഒരു 15 മിനിറ്റ് ആകുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ സൈഡ് മാത്രം. എതിരെ വന്ന വണ്ടി ഞാൻ നോക്കിക്കോളാം. മതിയാ? ഉറപ്പ് മതിയാ? എതിരെ ആര് വന്നാലും അതിനെ ഞാൻ നോക്കിക്കോളാം. ഈ സൈഡിൽ ഒന്നായിട്ടും തട്ടാതെ
ഈ സൈഡ് റോഡിൽ നിന്ന് അകന്നും പോവാതെ ഈ സൈഡിലേക്ക് ഇറങ്ങിയും പോവാതെ മാഡം വണ്ടിയെ കൊണ്ടുപോയിക്കോ. ഓക്കെ ആണോ? മാഡത്തിന് ഈ സൈഡ് കാണാൻ പറ്റുന്നില്ല എന്ന് എവിടെയെങ്കിലും വെച്ച് തോന്നി, അതിപ്പോ കാണാവോ? ഇല്ല. അപ്പൊ കാല് അവിടെ വരണം. അതെ, വെറുതെ ഒന്ന് അവിടെ കാല് വെച്ചു. എന്നിട്ട് പതിയെ ടേൺ ചെയ്ത് ചെല്ലുമ്പോൾ മാഡത്തിന് കാഴ്ച കിട്ടും. കണ്ട അതിനനുസരിച്ച് ലെവലി കഴിഞ്ഞോ? വീണ്ടും ആക്സിലേറ്ററിലേക്ക് കാലുക, പതിയെ മൂവ് ചെയ്യട്ടെ. ആര് ഹോൺ അടിച്ചാലും മാഡം അത് തലയിലെടുത്ത് വെക്കണ്ട. ദൈന് നോക്കിയാ കുറച്ച് നേരത്തേക്ക് ആ സൈഡ് കാണാൻ വയ്യ, ആ കാല് വെറുതെ ഒന്ന് ബ്രേക്കിൽ വാ, വെറുതെ അവിടെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് മാഡം പതിയെ ടേൺ ചെയ്ത് കൊണ്ടുപോകാൻ വണ്ടിയെ. വീണ്ടും കാഴ്ച എപ്പോൾ കിട്ടുന്നു അപ്പൊ ആക്സിലേറ്ററിൽ വാ. ഓക്കെ ആണോ? എതിരെ വരുന്നവരെ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. നോക്ക്, ആ ചേട്ടനെ മാത്രം നോക്ക്, അയാളെ തട്ടായിരിക്കും എങ്ങോട്ട് മാറണം. കാലൊന്ന് ബ്രേക്കിൽ വെറുതെ ഒന്ന് വെച്ചു, ചവിട്ടണ്ട, പോട്ടെ മോളെ, പതിയെ പോട്ടെ. ഇതാണ് ആ ചായക്കട. ഭയങ്കര തിരക്കുള്ള അല്ലേ? മാഡം പറഞ്ഞെന്താ അറിയാം, ചായക്കടയിൽ നിർത്താൻ പറ്റത്തില്ല, 5 സ്റ്റാർ ഓൺലി എന്നാ പറഞ്ഞേ. സൈഡ് നോക്കിയോ? സൈഡ് നോക്കിയോ? ഞാൻ പുതിയ ഷൂ മേടിക്കേണ്ടി വരുമല്ലോ, എന്റെ കാലിൽ കിടങ്ങുന്ന ചെപ്പലാണല്ലോ. അതൊക്കെ മേടിച്ചു തരും. ആണല്ലോ. ബിസ്ക്കറ്റ് ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന് മാഡം പറഞ്ഞത്. 2ആയിട്ട് മുറിക്കണോ 1ആയിട്ട് കൊണ്ടുപോകണോന്നാ ചോദിച്ചത്. മേഡം ഇപ്പോഴും ടെൻഷനാണ്, കൂളായിട്ടില്ല മേഡം. ആ ആക്സിലേറ്റർ അത്രയും പവർ ചവിട്ടണ്ട മേഡം, മനസ്സിലായി? ഇപ്പൊ വണ്ടി നമ്മളെ വലിച്ചോണ്ടാ പോണത്, നമ്മളെ ഓടിക്കുവോ വണ്ടി, നമ്മൾ എന്ത് വിചാരിക്കുന്നു അതേപോലെ നിൽക്കണം വണ്ടി. പച്ച ബോർഡ് കണ്ട അവിടെ നിർത്തണം. അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, ബ്രേക്കിൽ കാല് വയ്ക്കൂ, പതിയെ പതിയെ വേഗത കുറച്ച്. മേഡം തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും മോളെ, ഇടിച്ച് അതിനകത്തോട്ട് കയറ്റാനല്ല. മോളെ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് ഇതിനിടയ്ക്ക് ഉറപ്പിച്ചാ, എന്നിട്ട് ആ സ്ഥലത്തേക്ക് പതിയെ ഈ വണ്ടി എത്തിക്ക്. അവിടെ എന്തൊക്കെ തട്ടാനുണ്ട്, എന്തേ തട്ടാതെ എത്ര സ്ഥലം എടുക്കണമെന്നൊക്കെ നോക്കി ആ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ആ സ്ഥലത്ത് വരുന്നതനുസരിച്ച് വണ്ടിയെ നേരെയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ മതിലൊക്കെ നമ്മൾ പണിഞ്ഞു കൊടുക്കേണ്ടി വരും. അവിടെ എന്തും മാത്രം പോകാം, അതിനനുസരിച്ച് എപ്പം നേരെയാക്കണം. നേരെയാക്കും തോറും ബ്രേക്ക് ചെയ്ത് നേരെയാക്കും. നേരെ ആയിന്ന് തോന്നുന്നിടത്ത് വണ്ടി നിൽക്കട്ടെ, പിന്നെ നീങ്ങരുത്. ഇനി ന്യൂട്രലാക്ക്. ആയാ ഹാൻഡ് ബ്രേക്ക് ഇട്. മേഡത്തിന് ഒന്ന് ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. ഇനി ശ്വാസം എടുത്തു, ആ കാലൊന്നും എടുത്തു ബ്രേക്ക്. മേഡത്തിന് ഇപ്പൊ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായില്ല? ഉറപ്പല്ല, അത്രേ ഉള്ളു കാര്യം. ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ മേഡം നല്ല ഡീസന്റ് ആയിട്ടാണ് ഈ വണ്ടി കൈകാര്യം ചെയ്യുന്നത്. മേഡം ആപ്പാട് ശ്വാസം എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്ത് തോന്നുന്നു? പറ. മേഡത്തിന് എന്താ തോന്നുന്നത്? ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ തോന്നാതിരിക്കാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ മേഡം ഈ വണ്ടി നിർത്തില്ലേ? ഉറപ്പല്ലേ? അതോ മാറ്റി വേറെ വല്ലതും ആക്സിലേറ്റർ വല്ലതും ചവിട്ടുവാ? ഉറപ്പാണല്ലോ. ആ വിശ്വാസം പോരാ മേഡത്തിന്? ഇടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി നിർത്താൻ പറയും. അത് നിർത്താന്ന് മേഡത്തിന് ഉറപ്പുണ്ടല്ലോ. കാരണം ബ്രേക്ക് ചെയ്താൽ നിൽക്കുമല്ലോ. പിന്നെ എന്തിനാ ടെൻഷൻ? ഞാൻ എവിടെയെങ്കിലും ഞാനിത് പിടിച്ച് തിരിക്കുക വളയ്ക്കുക ചെയ്താ അതിനർത്ഥം മേഡം തന്നെ ഇത് നിയന്ത്രിക്കുന്നതാണല്ലേ? ഈ സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയത് ഞാനാണ്, മേഡം തന്നെയല്ലേ ചെയ്തേ? അപ്പൊ ഇത്തിരി കൂടെ ഫ്രീ ആയിട്ടിരുന്നല്ല. ആലോചിക്കാൻ സമയം കൂടുതൽ കിട്ടുക മേഡം. ഞാൻ നിർത്താൻ പറഞ്ഞെന്ന് പറഞ്ഞു ഉടനെ ഒതുക്കി നിർത്തുമൊന്നും വേണ്ട. മേഡം നോക്ക്, അവിടെ എവിടെ എനിക്ക് നിർത്തണം വണ്ടി, എവിടെ നിർത്തിയാൽ എനിക്ക് ഈസി ആകും, അതനുസരിച്ച് നിർത്തിയാൽ മതി. ഇനി റോഡേ വേണം നിർത്തിക്കോ, എന്നിട്ട് മേഡം സമയം എടുത്ത് സ്ഥലം ഒതുക്കി നിർത്തിക്കോ. സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തരുത് വണ്ടിയെ. ഓക്കെ ആണോ? അത് എമർജൻസിയാ. ഇപ്പൊ ഒരാൾ വട്ടം ചാടി അല്ലെങ്കിൽ പെട്ടെന്ന് മുന്നിൽ ഒരു തടസ്സം വന്നു, അയാളെ ഇടിക്കാൻ വേണ്ടി സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും നമുക്ക്. ഓക്കെ, അല്ലാത്ത ഒരു സാഹചര്യത്തിലും സഡൻ ബ്രേക്ക് ചെയ്യരുത് വണ്ടിക്ക്. സാവധാനം നിർത്തിയാൽ മതി വണ്ടിയെ. ഓക്കെ ആണോ? സാഹചര്യത്തിനനുസരിച്ച്. ഞാനെന്താ അങ്ങനെ പറയുന്നത് അറിയാം? ഡ്രൈവ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കിതൊന്നും ആവശ്യമില്ല. ഏതിന്റെ? ഇല്ല, അത് മാനുവൽ ഗിയർ വണ്ടിക്ക് പോരാ, ഇത് ഓട്ടോമാറ്റിക്കാ. വൺസ് ഡ്രൈവ് ഇട്ടാൽ ഈ വണ്ടി മുന്നിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കും. മാഡം ബ്രേക്ക് ചെയ്ത് ന്യൂട്രലാക്കുന്നത് വരെ ഇത് മുന്നിലേക്ക് ഓടും. പിന്നെ ഗിയറിന്റെ ആവശ്യമില്ല. അതൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ ഇതിനിടയ്ക്ക്. ഈ കൈ ഇത്തിരി ഫ്രീ ആക്കണം. ഈ വിരൽ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യത്തില്ലേ, അത് വേണ്ട. ഈ കൈയുടെ ഇത്രയും ഭാഗം സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഈ 4 വിരല് തെന്നി പോവാതിരിക്കാനാ, ഇങ്ങനെ തെന്നാതിരിക്കാനാ 4 വിരൽ ഉപയോഗിക്കുന്നത്. ശരിയല്ല? ഒരു ഗ്രിപ്പിന്. അല്ലാതെ അതിലിങ്ങനെ മുറുക്കി പിടിക്കാൻ വേണ്ട. മേഡത്തിന്റെ ഉള്ളൊക്കെ ഏത് കടിച്ച് ചുവന്നിരിക്കുന്ന കേട്ടാ, അത്രയും മുറുക്കുന്നില്ല കയ്യിൽ. കളിയാക്കിയതല്ല, സത്യമല്ലേ? അല്ലേ? അങ്ങനെ ചെയ്യുന്നില്ലേ? അതിന്റെ ആവശ്യമുണ്ടാ? ഈ ഒരു തമ്പ് വെച്ച് മേഡം ഇങ്ങനെ ലോക്ക് ചെയ്യുന്നുണ്ട് സ്റ്റിയറിങ്ങിനെ.
അത് പ്രഷർ എടുക്കുന്നത് അത് വേണ്ട. വേണ്ട, ഗ്രിപ്പിന് വേണ്ടി മാത്രം ഈ 4 വിരൽ ഇങ്ങനെ നമ്മൾ പിടിക്കുന്നത്. വണ്ടിയുടെ കൺട്രോൾ ഫുള്ള് ഇവിടം കൊണ്ടാ. ഇവിടം കൊണ്ട് എനിക്ക് തിരിക്കാൻ വളയ്ക്കുകയും ചെയ്യാം. കണ്ട, ഇത് തെന്നാതിരിക്കാനാണ് ഞാൻ ഈ ഗ്രിപ്പ് ഇടുന്നത്. ഈ വിരലിന്റെ ആവശ്യമില്ല, ഈ 4 വിരലും മതി ഗ്രിപ്പിന്. കണ്ട, ശരിയല്ലേ? വേണ്ട, ആ ഒരു കൈ കൊണ്ട് ചുമ്മാ ഒന്നിങ്ങനെ വേണ്ട, ആ കൈ കൊണ്ട് ഫുള്ളൊന്ന് തിരിച്ചേ. ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ലേ? അത്ര ലൈറ്റാ അത്. തിരിച്ച് അങ്ങോട്ട് ഒരു റൗണ്ട് തിരിച്ച് ഇല്ലേ? അതിപ്പോ നമ്മള് ശീലിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ. നമ്മുടെ കൈയൊന്നും വഴങ്ങണ്ടേ ഇനി ഇതിനകത്ത്. വേണ്ട, ആ ഗ്രിപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി, ബലം വേണ്ട. പോയി നോക്കാം നമുക്ക്. എന്ത് ചെയ്യണം മുന്നിലേക്ക് പോകണമെങ്കിൽ? ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ബ്രേക്ക് ചെയ്തിട്ടേ എന്തെങ്കിലും ചെയ്യാൻ നോക്കാവുള്ളൂ. ആരോഗ്യമില്ല. ആ, ഇനി എന്ത് വേണം? ഇനി എന്ത് ചെയ്യണം? എടുത്തോണ്ട് ഓടണോ? പുറകിന്ന് വരുന്നവരെ നോക്കണോ? നോക്ക്. അപ്പൊ അവർക്കൊരു ഇൻഫർമേഷൻ കൂടെ കൊടുക്കും, നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഓണാക്ക. അത് തന്നെ. ഇനി ബാക്കിൽ എപ്പോൾ ഫ്രീ ആവുന്നു അതിനനുസരിച്ച് മുന്നിലേക്ക് പോട്ടെ. പോവാം. ഫ്രണ്ട് നോക്കി എങ്ങോട്ട് മാറണം. അത് തന്നെ. മാറുന്നതനുസരിച്ച് വണ്ടിയെ സ്ട്രൈറ്റ് ചെയ്യും. ഫ്രീ ആയാ ഇനി റോഡിൽ തന്നെ കൂടെ ഓടുന്ന രീതിയിൽ കൊണ്ടുപോകും. റോഡിൽ കൂടെ തന്നെ ഓടുന്ന രീതിയിൽ ഒരുപാട് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ. മാഡം വിചാരിക്കുമ്പോഴേ ഇത് നീങ്ങാവുള്ളൂ. മാഡം വിചാരിക്കുന്ന സ്പീഡിലേ ഇത് പോകാവുള്ളൂ. ആർക്ക് വേണ്ടിയും റോഡിൽ നിന്ന് പിന്നെ ഇറങ്ങി കൊടുക്കണ്ട. അനാവശ്യമായിട്ട് ഫ്രീ ആയിട്ടിരുന്നാ ഉറപ്പാണോ? ഈ കൈയൊന്ന് മാറ്റി വെക്കുക. വെറുതെ ചുമ്മാ ഒന്ന് മാറ്റി തരും. വെറുതെ ഒന്ന് ഇരുന്നോട്ടെ. വണ്ടി തിരിക്കേണ്ടി വരുന്നുണ്ടോ നമുക്ക്? ഇല്ലല്ലോ. ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്യേണ്ടി മാത്രമല്ലേ വരുന്നുള്ളൂ. തിരിക്കേണ്ടി വരുമ്പോൾ ഈ കൈ എടുത്തോ. തിരിക്കേണ്ടി വന്നാ ഇല്ല. അപ്പോൾ ഫ്രീ ആക്ക്. അവിടെ ഇത്തിരി ശ്വാസം കൂടുതൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കയ്യിൽ പോട്ടെ. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്ക്. എതിരെ വരുന്ന വണ്ടിക്കാരെ ഞാൻ നോക്കിക്കോളാം. മേഡം, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒന്നായിട്ട് ഇടിക്കാതെ ഈ വണ്ടി ഒന്ന് കൊണ്ടുപോയാൽ മതി. ഇതാ ലെഫ്റ്റിൽ ഒരു കാറ് കിടപ്പുണ്ട്. അതിന് വേണ്ടി ഇപ്പോഴേ സ്ഥലം എടുക്കണം അഡ്വാൻസ് ആയിട്ട്. ഓക്കെ ആണോ? ഇനി ആ കാറ് കടന്നിട്ടേ തിരിച്ചിവിടെ വരികയും ചെയ്യാവുള്ളൂ. ഓക്കെ ആണോ? ഇനി ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് വേഗത കുറയ്ക്കും. ഒതുങ്ങാനല്ല, വേഗത കുറയ്ക്കാം. മസിൽ പവർ. മേഡം, എൻ്റെ ആരോഗ്യവും മേഡത്തിൻ്റെ ആരോഗ്യം കൂടെ നോക്കിക്കുക. എനിക്ക് അത്രയും ശക്തിയൊന്നും ഇല്ല. ചുമ്മാ പറയുന്ന കേട്ടാ. എനിക്ക് അത്ര ശക്തിയൊന്നുമില്ല. മേഡം ബലം പിടിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്ക്. അയാളെ തട്ടാതിരിക്കാൻ എങ്ങോട്ട് മാറണം, അത്രേ ഉള്ളൂ. ഇയാൾക്ക് വേണ്ടി ഇത്തിരി സ്ഥലം എടുക്ക്. പോവാം. എന്നാ പോട്ടെ. ഒരു റേസ് ട്രാക്കിൽ ഇരിക്കുന്ന അത്രയും ബ്രേക്കും അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഉച്ചെഴയുന്ന പോലെയാണ് പോണത്. അങ്ങനെ പോയാൽ മതി. സ്പീഡൊന്നും വേണ്ട, പതിയെ പോയാൽ മതി. പോട്ടെ. പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതുവരെ കണ്ടില്ല. ഓക്കെ. ഇതിപ്പോ പത്തനംതിട്ട എത്തിയില്ല. ഇതാണ് തിരക്ക് കുറഞ്ഞ റോഡാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു. സൈഡ് നോക്കാം മേഡം. വേഗത ഒന്ന് കുറയ്ക്കും. കാല് ബ്രേക്കിൽ കൊണ്ടുപോകാം. പ്രസ് ചെയ്യാനല്ല. ദേ ഒരു സേഫ്റ്റിക്ക് ബലം വരരുത്. നീങ്ങട്ടെ പതിയെ നീങ്ങട്ടെ. മുന്നിലെ തടസ്സം മാത്രം നോക്കും മാഡം. ആർക്ക് വേണ്ടി സ്പീഡ് കൂട്ടരുത്. പോവേണ്ടവൻ ആവശ്യമുള്ള സമയമെടുത്ത് പയ്യെ പോയാൽ മതി. ആക്സിലേറ്റർ വേണ്ട. വേറെ ലെഫ്റ്റ് സൈഡിൽ പമ്പുണ്ടോ മാഡം മുന്നിലേക്ക് പോയാൽ? അപ്പോൾ പോട്ടെ. ഈ ചേച്ചിക്ക് വേണ്ടി മാത്രം ഒരിത്തിരി സ്ഥലം എടുക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്പേസിൽ വരണം. ഓക്കെ അല്ലേ? മൂവ് ചെയ്ത് പോട്ടെ. ചുമ്മാ ഫ്രീ ആയിട്ട് പോട്ടെ. സ്പീഡ് കൂട്ടരുത്. വേഗത ഒന്ന് കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്താൽ വന്ന് ബ്രേക്ക് ചെയ്തേ. മോളെ മരവിച്ചിരിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞ്. പോട്ടെ. ഇനി വേണ്ട. 1 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തത്. ഫോൺ അടിക്കുന്ന അടിച്ചോട്ടെ മേഡം, അത് മൈൻഡ് ചെയ്യണ്ട. വേഗത ഒന്ന് കുറച്ചാ. എന്നിട്ട് എവിടെ കുറച്ച് ബ്രേക്ക് വന്നില്ലല്ലോ കാലം.
ചവിട്ടണ്ട. ആ കാല് ബ്രേക്കിൽ കൊണ്ടുവന്ന് വയ്ക്കുക, സ്പീഡ് വേണ്ടാത്ത സ്ഥലത്ത്. പോവാം. പോട്ടെ. ചിരിച്ചുകൊണ്ടിട്ട് ആളുടെ എക്സ്പ്രഷനൊക്കെ മാറുന്നു. മേഡം എന്നാ വന്നത് ലീവിന്? 1 മാസമായോ? ഇവിടെ ഉണ്ട്. അത് ശരി. ലെഫ്റ്റ് സൈഡിലെ വണ്ടി നോക്കി നോക്കി മാറി മാറിപ്പോ. തൊട്ടാ വാടിയോന്ന് ചോദിച്ചില്ല മേഡം. ആ ചെടിയുടെ പേരെന്തോ മേഡം? ചവിട്ടി നിർത്തരുത്, സഡനായിട്ട് നിർത്തരുത്. നമുക്ക് പോവാല്ലോ. പോട്ടെ. ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം വരുന്ന വഴിയാ. ഒന്ന് വേഗത കുറച്ച് കൊടുക്കും. ആ അത് തന്നെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും വേണം. പമ്പ് വന്നു. കാലെവിടെ വരണം? ബ്രേക്കിൽ കീപ്പ് ചെയ്തു. ശരിയല്ലേ? നിർത്താനല്ല, മാഡത്തിൻ്റെ കൺട്രോളിൽ ഈ വണ്ടി പതിയെ പതിയെ ഉരുണ്ട് പോട്ടെ. ബ്രേക്ക് ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിയാ. വാ, ബ്രേക്ക് തന്നെ വാ. ബ്രേക്കേ തന്നെ വാ. അങ്ങനെ വാ. തിരിഞ്ഞ് വരട്ടെ. തിരിഞ്ഞിട്ടില്ല മോളെ. തിരിക്ക്. ഡീസലാണോ ഇത്? പെട്രോൾ. തിരിക്ക്. മതി. തിരി പതിയെ നീങ്ങട്ടെ. എന്നിട്ട് നേരെ ആക്സിലേറ്റർ വേണ്ട, ബ്രേക്കേ തന്നെ. ബ്രേക്ക് കാല് വെച്ചോണോ? ബ്രേക്ക് ചെയ്തിട്ടില്ല മോളെ. ബ്രേക്ക് 10 കാര്യം ആലോചിക്കാതെ ഈ ഫ്രണ്ട് നോക്കി ഇത് അങ്ങോട്ട് വരണം. അതിനെന്ത് ചെയ്യണം? ആ അങ്ങനെ ബ്രേക്കിൽ പതിയെ ഇങ്ങനെ നീങ്ങട്ടെ. നീങ്ങുന്നതനുസരിച്ച് വണ്ടിയെ ടേൺ ചെയ്ത് കൊണ്ടുപോകാം. ബ്രേക്കേ തന്നെ. കാല് മാറരുത് അവിടുന്ന്. ഇവിടെ മാത്രം നോക്ക്. ഈ ഭാഗം ഇനി അങ്ങോട്ട് വരണം. പതിയെ മൂവ് ചെയ്യുമ്പോൾ വരുമോ നോക്ക്. ചുമ്മാ തിരിക്കാതെ മൂവ് ചെയ്യുമ്പോൾ നോക്ക്. വണ്ടി മൂവ് ചെയ്യട്ടെ. അകന്നല്ലേ വരുന്നത്, അപ്പം എങ്ങോട്ട് വിട്ടുവിടുക? ആ അതെ. പതിയെ ഇത്തിരി മൂവ് ചെയ്യട്ടെ. അങ്ങനെ തന്നെ. മസിൽ പവർ വേണ്ട. ഇനി ആ ചേട്ടനെ തട്ടാരിക്ക് എങ്ങോട്ട് മാറണം നോക്ക്. ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് മാറണം. അപ്പം അധികം മൂവ് ചെയ്യട്ടെ. ബ്രേക്കിൽ തന്നെ. ഇതിനനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക വണ്ടിയെ. വരട്ടെ വരട്ടെ വരട്ടെ. പയ്യെ ബ്രേക്ക് ചെയ്ത് നിൽക്കട്ടെ. ന്യൂട്രലാക്കിക്ക്. ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്തേ. പ്രസ് ചെയ്യണ്ട, വെറുതെ ഫ്രീ ആയിട്ട്. ഒന്നുകൂടെ ഓഫ് ചെയ്തേ. പൊക്കിയിട്ട് ഞെക്ക്. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കും മേഡം. ഇത് ഇവിടെ നോക്ക്.